ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റമദാൻ പ്രിപ്പറേഷൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 വീഡിയോ എല്ലാവരും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ കുറേ കാലം ഫ്രീസറിൽ ഒന്ന് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, ഗരം മസാല എല്ലാം തേച്ചിട്ട് ചിക്കനൊന്ന് കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ചിക്കനൊന്ന് നന്നായി പൊരിഞ്ഞ് 2 സൈഡും പൊരിഞ്ഞ് വന്നതിന് ശേഷം അതേ ഓയിൽ തന്നെ ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു 4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഉള്ളി കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്ക് ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ഉള്ളി മസാല നല്ലോണം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉള്ളി നല്ലോണം വാടുന്നതിനനുസരിച്ച് നമ്മുടെ മസാല കേടുകൂടാതെ സൂക്ഷിച്ചു. അതപ്പോൾ നമ്മുടെ കടിയും എത്ര കാലം വേണമെങ്കിലും ഫ്രീസറിൽ കിടന്നോളും. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ എല്ലാം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവുന്നതാണ്. മസാല നമ്മൾ നോർമലായിട്ട് ഇലയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് മസാല തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ബീഫ് വെച്ചിട്ടാണെങ്കിൽ ബീഫ് ഓൾറെഡി വേവിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബീഫ് മസാലയായി. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് മാറ്റം വരുത്താം. ഇനി നമ്മൾ പൊടികളെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കിയാൽ നമ്മുടെ മസാല ചിക്കൻ മസാല റെഡിയാവും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണ് 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് എടുത്തിട്ടാണുള്ളത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം എന്തെങ്കിലും ഉടക്കുന്ന സ്മാഷർ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ച് നമ്മളെ കട്ട്ലേറ്റിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുക. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് പോയാൽ നമ്മുടെ കട്ട്ലേറ്റ് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ലോണം എണ്ണ കുടിച്ചിട്ട് കട്ട്ലേറ്റിൽ ശരിയാവില്ല. ഒരു നല്ല മീഡിയം ഇതിലാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അതായത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുത്താൽ തന്നെ മതിയാവും. ഇനി ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈം ഉപ്പെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ എന്തെങ്കിലും പോലത്തത് എന്തെങ്കിലും മേക്കർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ പല ഷേപ്പ് ചെയ്യുന്ന സംഭവം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ആക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ആക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോൾ സൈസിൽ ചെറിയൊരു വലുപ്പത്തിൽ എടുത്തിട്ട് ഈ കാണുന്നൊരു ഘനത്തിൽ തന്നെ കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം ഫ്ലാറ്റ് ആകുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പൊരിച്ച് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് അങ്ങനെ മുഴുവൻ മസാലയും ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് റൊട്ടിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചില ആൾക്കാർ ആദ്യം ഒന്ന് കോൺഫ്ലവറിൽ മുക്കിയിട്ട് പിന്നെ മുട്ടയിൽ മുക്കിയിട്ടാണ് റൊട്ടിപ്പൊടിയിൽ മുക്കൽ. നല്ലോണം നമ്മൾ കട്ട്ലേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട്ലേറ്റിൻ്റെ ഉരുളക്കിഴങ്ങ് ആക്കുമ്പോൾ നല്ലോണം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതിപ്പോൾ കണക്കായ പരിവായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് മുട്ടയിൽ തന്നെ മുക്കുന്നത്. മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് റൊട്ടിപ്പൊടിയിലൊന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ കുറച്ചും ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. റൊട്ടിപ്പൊടി പിന്നെ നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത റൊട്ടിപ്പൊടിയൊന്നുമല്ല. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് റൊട്ടിപ്പൊടിയിലും മുട്ടയിലൊന്ന് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് എയർ ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്യൽ നോക്കാം. നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്ക് കവറിൽ പ്ലാസ്റ്റിക്കിൻ്റെ
കവറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ താഴെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ സാധാരണ കവറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് പിരിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിങ് ഫിലിം ആണെങ്കിൽ ഉപയോഗിക്കാം. ക്ലിങ് ഫിലിമിനെക്കാട്ടി നല്ലത് എന്തായാലും ഇതുപോലത്തെ സഞ്ചി തന്നെയായിരിക്കും. ബട്ടർ പേപ്പർ അങ്ങനത്തെ ഒന്നും പിരിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഇതിൽ കാണുന്നത് പോലെ ലെയറായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ പിരിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ കട്ട്ലേറ്റും ഇവിടെ വെച്ച് കൊടുക്കുന്നത്.